ദൃശ്യം 3-യിലെല്ലാം കലങ്ങി തെളിയുമോ എന്ന് അക്ഷമരായി കാത്തിരിക്കുകയാണ് മലയാളികൾ. ഇതുമായി ബന്ധപ്പെട്ട് ജിത്തു ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാക്കിയിരിക്കുകയാണ് സിനിമാസ്വാദകർ. എന്താണിനി ജോർജ് കുട്ടിക്കും കുടുംബത്തിനും സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ അക്ഷമരായി ശരിക്കും പറഞ്ഞാൽ മലയാളികൾ കാത്തിരിക്കുകയാണ്. മറുഭാഷയിലടക്കം ഗംഭീര വിജയം നേടിയ ചിത്രമാണ് ദൃശ്യം. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ 2ാം ഭാഗവും പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അതും പുറത്തിറങ്ങിയ ഭാഷകളിലെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. മറ്റു ഭാഷകളിലേക്ക് ഇത്രയധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട മറ്റൊരു മലയാളത്തിൽ നിന്നും ചിത്രമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനാൽ തന്നെ ദൃശ്യം 3 വരുന്നുവെന്ന പ്രഖ്യാപനം മുതൽ മറുഭാഷ പ്രേക്ഷകർക്കിടയിലും ചിത്രം ചർച്ചാ വിഷയമാണ്. ഇപ്പോഴിതാ ദൃശ്യം 3യെക്കുറിച്ചുള്ള പുത്തൻ അപ്ഡേറ്റുകൾ പുറത്തുവരികയാണ്. അതും ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ദൃശ്യം 1ഉം 2ഉം പ്രേക്ഷകരെ നിരാശരാകാത്തതുകൊണ്ട് തന്നെ ദൃശ്യം 3യിലും വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ വെച്ചു പുലർത്തുന്നത്. 2025 സെപ്റ്റംബറിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ 2026 ദൃശ്യം പുറത്തിറങ്ങുമെന്നാണ് വിവരം. അജയ് ദേവഗൺ അഭിനയിച്ച ദൃശ്യത്തിന്റെ ഹിന്ദി പകർപ്പ് 2026 പുറത്തിറങ്ങുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളവും ഹിന്ദിയും ഒരുമിച്ച് തന്നെയായിരിക്കും ഇറങ്ങുക എന്ന് കഴിഞ്ഞ ദിവസം സംവിധായകനും പറഞ്ഞിരുന്നു. എന്തായാലും മോഹൻലാലിന്റെ ദൃശ്യം 3 ബഹുഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാകും എത്തുകയെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകളെത്തിയിരുന്നു. അങ്ങനെ വരുമ്പോൾ അജയ് ദേവഗണിന്റെ ഹിന്ദി ദൃശ്യം 3യുടെ പ്രസക്തി എന്താകുമെന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. ഇപ്പോഴിതാ ദൃശ്യം 3 സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണ് സംവിധായകൻ. ജോർജ് കുട്ടി തന്റെ കുടുംബത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം വന്നാൽ മരണം വരെ പോരാടുമെന്നും അയാൾ അങ്ങനെയാണെന്നും ജിത്തു പറയുന്നു. ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു അനാഥനാണ്. സ്വന്തമായി അധ്വാനിച്ച് വളർന്നു വന്ന ആളാണ് ജോർജ് കുട്ടി. ഇത്രയും സമ്പാദിച്ച കൂട്ടത്തിൽ അധ്വാനിച്ച് വളർത്തിയ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ അതുപോലെ അയാൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും. അത് മരണം വരെ പിടിച്ചു നിർത്തും. അത് പുള്ളിയുടെ ക്യാരക്ടറാണ്. അപ്പുറത്തെ വശത്ത് ഒറ്റയൊരു മകനാണ്. അമ്മയുടെ ഭാഗത്ത് നിന്ന് വളർത്തുദോഷമുണ്ടായിട്ടുണ്ട്. പ്രഭാകർ എന്ന് പറയുന്ന ആൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവരുടെ മകനാണ്. തുടക്കത്തിലൊക്കെ മകനെ കാണുന്നില്ലെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഉള്ളിലെവിടെയോ മകൻ അപായപ്പെട്ടു എന്ന ഫീലിംഗും വരുന്നുണ്ട്. ആ പേടിയോടെയാണ് മുന്നോട്ടു പോകുന്നത്. അവർക്കൊരിക്കലും അത് പൊറുക്കാൻ പറ്റില്ല. അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഇവനെ കൊല്ലാനുള്ള അവകാശമില്ലേ? ജിത്തു ജോസഫ് പറഞ്ഞതു മുതൽ കൂടുതലായി തന്നെ ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ തുടങ്ങി. ജോർജ് കുട്ടിയുടെ ഇളയ മകൾ ഒറ്റുകാരിയാകുമോ എന്നും ജോർജ് കുട്ടി തന്നെ കുറ്റസമ്മതം നടത്തുമോ എന്നെല്ലാമാണ് ചോദ്യങ്ങൾ. ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയുമുണ്ട്. 3ാം ഭാഗം വരുമ്പോൾ മൂത്ത മകളും ഇളയ മകളും തമ്മിൽ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാകാം. കാലവും പ്രായവും മാറുന്നതനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണ്? കാഴ്ചപ്പാടുകൾ മാറുന്നു, പ്രത്യേകിച്ച് മക്കളിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് 3ാം ഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ആളല്ല ജോർജ് കുട്ടി. നാളെ ചിലപ്പോൾ പുള്ളി എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, മാറും. പ്രായം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികളും മാറാം. അത് സംഭവിക്കാം. അതുകൊണ്ട് ജോർജ് കുട്ടിക്കുണ്ടാകുന്ന മാറ്റം ഏത് രീതിയിലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലെന്നും നിർമ്മാതാവ് പറയുന്നുണ്ട്. എന്തായാലും മോഹൻലാലിന്റെ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ അവസാന ചിത്രത്തിൽ എല്ലാം കലങ്ങി തെളിയുമെന്ന് ഉറപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.